ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 ബിസിനസ് സ്റ്റഡീസ് നമുക്ക് എങ്ങനെ പഠിക്കാൻ നോക്കാം. നമ്മൾ എക്കണോമിക്സിൻ്റെ വീഡിയോ, അക്കൗണ്ടൻസിൻ്റെ വീഡിയോ എല്ലാം ഇട്ടിരുന്നു. ഇനി ബിസിനസ് സ്റ്റഡീസ് നോക്കി. നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഒക്കെയാണ് ഇടുക. നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ച് തുടങ്ങേണ്ട സമയമാണ്. ബിസിനസ് സ്റ്റഡീസും ഒരുപാട് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ. നമുക്ക് മോഡൽ എക്സാം എടുത്തിരിക്കുകയാണ്, ഫൈനൽ എക്സാം എടുത്തിരിക്കുകയാണ്. നോക്കാം. മോഡൽ എക്സാം നമുക്ക് 21 ഫെബ്രുവരി ആണ് മോഡൽ എക്സാം. ഫൈനൽ എക്സാം വരുന്നത് 10th മാർച്ചിനാണ്. നമുക്ക് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനുള്ളത് 11 ചാപ്റ്റേഴ്സ് ആണ്, 11 പാഠം. ഈ 11 പാഠത്തിന്റെ പേര് പോലും അറിയാത്ത കുട്ടികളുണ്ട് ഈ +2. ഇപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത 11 പാഠങ്ങൾ എങ്ങനെ പഠിക്കണം, ഏതൊക്കെയാണ് ആ പാഠങ്ങൾ എന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ട്. കുറേ കുട്ടികളൊക്കെ പ്രാക്ടിക്കൽ എക്സാമിന്റെ തിരക്കിലാണ്. അപ്പോൾ ജനുവരി ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമുക്ക് ഒരു 2 വീക്സ് നിന്ന് പറയാനുള്ളതിൽ ഈ 2 വീക്സിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മളിതാ ഇന്ന് മുതലാണ് ചാപ്റ്റർ വൈസ്, സബ്ജക്റ്റ് വൈസ് ഒക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ ട്രയൽ ക്ലാസ് ആയിരുന്നു. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും അറിയില്ല നമുക്ക് ക്രാഷ് ബാച്ച് എങ്ങനെയാണെന്നും ഡീറ്റെയിൽസ് അറിഞ്ഞ് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. എക്സാം കഴിയുന്നത് വരെ, അതായത് നമുക്കിപ്പോൾ ലൈവ് ക്ലാസ്സസ് ആണ് ഡെയിലി ഉണ്ടാവുക. ആ ക്ലാസ്സസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാലും എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആ ലിങ്ക് നിങ്ങളിൽ അവൈലബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും ഓരോ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സുകളും 8 മാർക്ക് 5 മാർക്ക് 2 മാർക്കിന്റെ ഒക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാം, പഠിക്കാം. അറിയാത്ത ടോപ്പിക്കുകൾ പറഞ്ഞു തരാം. ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്, ഒരു സപ്പോർട്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ മിസ്സിന്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കോൺടാക്ട് നമ്പർ മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് മിസ് പറഞ്ഞുതരാം. ഈ 11 പാഠം നമ്മൾ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ഓരോ പാഠത്തിലും പഠിക്കേണ്ട ടോപ്പിക് എന്താണ്, എങ്ങനെ പഠിക്കണം, 8 മാർക്ക് ഏതൊക്കെയാണ്, അപ്പൊ അത്ര നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ ഒരു പാഠം 11 പാഠങ്ങളും പിടിച്ച് ഈ ബുക്കും പിടിച്ച് നിങ്ങൾ ഓരോ പാഠം അങ്ങനെ മറിച്ച് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുക. പിന്നെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടഫ് ഉണ്ടായിരുന്നു. നല്ല എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നല്ല ടഫ് എന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിലൊക്കെ എക്സാം പാറ്റേൺ മാറി വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതേപോലെയാണ് നമ്മൾ ക്ലാസ് എടുക്കുക. നിങ്ങൾ മിസ്സിന്റെ ചാനലിൽ കണ്ടിട്ടുള്ള പോലെ എങ്ങനെയാണോ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളത് ഇതേപോലെയാണ് ക്ലാസ് എടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു നമ്പറിൽ ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യുക. അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഇത് 4 വേണ്ടവർക്ക് നമ്മൾ 1500 രൂപയാണ്. പെർ സബ്ജക്റ്റ് നമ്മൾ 500 റുപ്പീസ് ആണ്. ഇനി ഇംഗ്ലീഷും മാത്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഈ ഒരു ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ഏകദേശം 11 പാഠങ്ങൾ എന്തൊക്കെയാണെന്നാണ് മിസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എല്ലാം പാഠത്തിന്റെ കംപ്ലീറ്റ് നെയിം അല്ല ചെയ്തിരിക്കുന്നത്. ഓരോ പാഠവും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ആ ചാപ്റ്റർ വൈസ് വെയിറ്റേജസും ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളായിട്ടെല്ലാം നമ്മൾ വീഡിയോ വരും കേട്ടോ. ഓക്കെ, ഇനി ഒന്നാമത്തെ പാഠം മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള പാഠമാണ്. ഇവിടെ നമുക്ക് 8 മാർക്കിന്റെ ടോപ്പിക് വളരെ കുറവാണ് വരാറ്. നമുക്ക് അവിടെ ഒരു ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു 5 മാർക്ക്, അതുപോലെ 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കാം. പ്രിൻസിപ്പിൾസിൽ നമുക്ക് 8 മാർക്കും വരാറുണ്ട്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എൻവയോൺമെന്റിന്റെ പാഠത്തിൽ വെറും 4 മാർക്കിന് ഒരേ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ അവിടെ പഠിച്ചാൽ മതി. പ്ലാനിങ്ങിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഓരോ പാഠത്തിലും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നാണ് മിസ് പറയുന്നത് കേട്ടോ. ഓർഗനൈസിങ്ങിൽ നമുക്ക് കൂടുതലും 5 മാർക്കിന്റെ 1-2 ക്വസ്റ്റ്യൻസും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കാണാറുള്ളത്. 8 മാർക്കിന്റെ ഒരുപാട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉള്ള ഒരു ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ് എന്ന് പാഠം. അതുപോലെ 6 മാർക്ക് 5 മാർക്ക് അങ്ങനെയൊക്കെയാണ് നമുക്ക് കാറ്റഗറി പോവുക. ഷോർട്ട് എസ്സേ ടൈപ്പ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ പാഠം അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആണ്. ഇവിടെ 8 മാർക്കും 6 മാർക്ക് മാത്രമേ ഉള്ളൂ. കൺട്രോളിങ്ങിൽ നമുക്ക് 4 മാർക്ക് വരെയാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമുക്ക് 8 മാർക്ക് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ 2 മാർക്ക് ചോദിക്കാറുണ്ട്. ഇതിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് വളരെ കുറവാണ് കേട്ടോ. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ 8 മാർക്ക് 6 മാർക്ക് അതുപോലെ തന്നെ 2 മാർക്സ് ചോദിക്കാറുണ്ട്. കൺസ്യൂമർ ബിഹേവിയറിൽ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് എങ്ങനെ പഠിക്കണം. ഇപ്പൊ നമ്മൾ ഏകദേശം നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്താണ്
ഈ 8 മാർക്കുകൾ ഒളിഞ്ഞു കിടക്കുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് കൂടുതലും നമുക്ക് കിടക്കുന്ന ഡയറക്റ്റിങ്ങിൻ്റെ പാഠം 7ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, ഡയറക്റ്റിംഗ് 7th ചാപ്റ്റർ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതായത് 9th ചാപ്റ്റർ, 11th ചാപ്റ്റർ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, അതുപോലെ 6th ചാപ്റ്റർ, ദെൻ 1st ചാപ്റ്റർ, 2nd ചാപ്റ്റർ. അപ്പോൾ ഇത് ചാപ്റ്റർ നെയിമാണ്, ചാപ്റ്ററിൻ്റെ ഓർഡറാണ്. 1st ചാപ്റ്റർ, 2nd ചാപ്റ്റർ, ഇതിലൊക്കെയാണ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ ചാപ്റ്റേഴ്സാണ്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്തായിരിക്കണം? ഈ ചാപ്റ്റേഴ്സിനെ പറ്റി എന്തെങ്കിലും അറിയോ? 3-6 ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം കവർ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് ഈ 6 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറയാനുള്ള മെയിൻ റീസൺ, ഈ പാഠങ്ങളിൽ നിന്നാണ് നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ വരിക. ഈ പാഠങ്ങളാണ് നിങ്ങൾ കൂടുതലും പഠിക്കേണ്ടതും അറ്റാച്ച്മെന്റ് വേണ്ടതും. ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത കുട്ടികളും ഉണ്ടാവും. ഈ 6 പാഠങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ പോലും അറിയില്ല മിസ്സേ. ഓക്കെ, അത് നമ്മൾ ആദ്യം പഠിച്ചിരിക്കാം. ഇനി ഇതിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, സെലക്ഷൻ, സ്റ്റാഫിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്പുകൾ. പിന്നീട് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസിങ്. അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ വേറെയുണ്ട്. പിന്നെ നമുക്ക് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ്, എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ, അങ്ങനെ പറഞ്ഞിട്ട് എൻവയോൺമെന്റിന്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്. അപ്പം എലമെന്റ്സുകൾ നമ്മൾ പഠിക്കണം. ദെൻ പിന്നീട് നമുക്ക് ചോദിക്കാം പ്രിൻസിപ്പിൾസും ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് എടുത്തെടുത്ത് പറയാനായിട്ട് കിട്ടണം. ആ രീതിയിൽ നിങ്ങൾ ഓർഡർ വൈസിൽ വേണം അത് പഠിക്കാനായിട്ട്. 8 മാർക്കും 6 മാർക്കും ഒക്കെ ഇതാണ്, ഇങ്ങനത്തെ കണ്ടന്റുകളാണ് ചോദിക്കുന്നത്. ഒരു പാഠത്തിലല്ല കിടക്കുന്നത്, ഈ പറഞ്ഞ 6 പാഠങ്ങളിലും ഇതേപോലെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് വേർഡുകളുണ്ട്. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ, അതുപോലെ തന്നെ സ്പാൻ ഓഫ് കൺട്രോൾ, മാർക്കറ്റിംഗ് മിക്സ് എന്താണ്, അത് വാട്ട് യു മീൻ ആണ്, കണ്ടന്റുകളും എലമെന്റ്സും ഒന്നുമല്ല. തന്നെ ഇതിന് ശേഷം നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസും അതുപോലെ ഫീച്ചേഴ്സും പഠിക്കാനുണ്ട്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒക്കെ നമുക്ക് പോയിന്റ് വൈസ് ആയിട്ടാണ് പഠിക്കേണ്ടത്. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാം. പോയിന്റ് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം എങ്ങനെ പോയിന്റ് വൈസ് ആക്കാം, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്സ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അങ്ങനെ അതിനെ പോയിന്റ് വൈസ് മാത്രം എഴുതിയാൽ ലിസ്റ്റ് ഔട്ട് എന്നാണ് പറയാം. ലിസ്റ്റ് ഔട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ 1/2 മാർക്കേ കിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം. ഇനി ഈ ഒരു പോയിന്റ് വൈസ് എഴുതി കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കാം, എക്സ്പ്ലനേഷൻ്റെ മലയാളം മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. അല്ലാതെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള ടൈമും ഇല്ല. സോ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം പോയിന്റ് വൈസ് ആയിട്ടുള്ള ഇത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതേപോലെ പോയാലാണ് നമുക്ക് ഈ 6 പാഠം കവർ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത പാഠങ്ങളുണ്ട്. ഏതൊക്കെയാ? 3rd ചാപ്റ്റർ, 4th ചാപ്റ്റർ, 5th ചാപ്റ്റർ, ദെൻ 12th ചാപ്റ്റർ. ഇതൊക്കെയാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത 8ാം പാഠം. ഈ പാഠങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യണം. ഫസ്റ്റ് സെറ്റിൽ നിങ്ങൾ ഈ ഒരു പോർഷൻസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം ഫസ്റ്റ് സെറ്റിൽ. എന്നിട്ട് വേണം നമ്മൾ അടുത്ത സെറ്റിൽ പഠിച്ചു തുടങ്ങാനായിട്ട്. ഓക്കെ, ഇങ്ങനെ പോവാതെ നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ് സ്റ്റഡീസിൽ നല്ലൊരു മാർക്ക് കൺട്രോൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ടോ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ ചാപ്റ്റർ വൈസ് പഠിക്കുമ്പോൾ മിസ് പറഞ്ഞ പാഠങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ടോ നോക്കാം. ദെൻ ആർക്കെങ്കിലും ക്രാഷ് ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്രാഷ് ബാച്ച്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കൊണ്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആ 1 മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ടില്ല അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് ഇപ്പോൾ ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കത് അന്ന് തന്നെ കണ്ട് യൂസ്ഫുൾ ആയിരിക്കും. ക്രാഷ് ബാച്ചിൻ്റെ ട്രയൽ ക്ലാസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടും ഇതുപോലെ ചേരാത്ത കുട്ടികളുണ്ട് എങ്കിൽ ടൈം കളയാതെ ചെയ്യുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.